അക്കോമഡേഷൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു പോകും. ഇവിടെ ഒരു ടേസ്റ്റ് ഓഫ് പഞ്ചാബ് ഉണ്ട്. വെൽക്കം ടു പഞ്ചാബ് എന്ന് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. നമുക്ക് അകത്ത് പോയി എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. ഇവിടെ നിറയെ പഞ്ചാബി സ്റ്റൈലിലുള്ള പ്രതിമകളാണ് കാണാൻ. ആൾക്കാർ മൊത്തം ഉണ്ട് ഇവിടെ. പഞ്ചാബി പാട്ടൊക്കെ കളിച്ച് ഡാൻസൊക്കെ കളിച്ച് നമ്മളൊരു മ്യൂസിയത്തിൽ കയറി ചെന്നൊരു സെറ്റപ്പാണ് കേട്ടോ. അത് അടിപൊളി. എടുക്കരുതെന്ന് എഴുതി വെച്ച ശരിക്കുള്ള സാധനമാണ്. ചിക്ക് 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 ചാ. കുഞ്ഞിപ്പെണ്ണ് ഇവിടെ എൻജോയ് ചെയ്യുവാണ്. ഇവിടെ ഒരാൾ പഠിപ്പിക്കുന്നു. ഇവിടെ പശുവിനെ കറക്കുന്നുണ്ടോ? അതേ ഹായ് അതെ ഇവിടെ ഒരാൾ വെള്ളം കുടിക്കാൻ നോക്കി നിൽക്കുന്നുണ്ട്. വെള്ളം കുടിക്കാൻ നോക്കി നിൽക്കുന്നുണ്ടോ? കയ്യിലടിച്ചാ നീ? എന്താ ഉള്ളേ? നമ്മളിവിടെ ഹോട്ടലിൽ വന്നപ്പോൾ കണ്ടോ നമ്മൾ പോയ വഴിയൊക്കെ അത് ബുക്കാക്കി വെച്ചേക്കുന്നത്. ഉള്ളതിൽ ബുക്കിൽ നമ്മുടെ പോയ വഴികളൊക്കെ കാണാം. അങ്ങ് എത്തിയ വഴികൾ ഫുൾ ട്രയൽ. അടിപൊളി. ഇത് ആദ്യമേ കിട്ടിയിരുന്നെങ്കിൽ ഒരു ഐഡിയ കിട്ടിയേനെ എങ്ങോട്ടാണ് പോണേന്ന് കേട്ടോ. നമ്മൾ ഓസ്ട്രേലിയയിൽ ഡെവലപ്മെൻറ്റ് ഇല്ല എന്നാണല്ലോ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇത് കണ്ടോ ഇവിടെ ഹെൽപ്പ് ചെയ്യാനുള്ള റോബോട്ടാണ് കേട്ടോ. ക്ലീൻ ചെയ്യാൻ കൂടെ പോയി സാധനങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാനുള്ള റോബോട്ട്. ഇങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? എന്തായാലും ഞങ്ങൾ ടേക്ക് അവേക്കൊക്കെ ബുക്ക് ചെയ്തു. എന്നിട്ട് ഇതേ പുറത്ത് വന്ന് ഇങ്ങനെ നിൽക്കുവാണ്. ഇത് എത്ര മിനിറ്റ് എടുക്കൂടാ? 15 മിനിറ്റ്സ് എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയും നേരം നമ്മളിവിടെ കുഞ്ഞിപ്പെണ്ണ് ഇവിടെ. നീ ഇവിടെ മോര് കടയാൻ പോവാണോ? മോര് കടയാൻ പോവാ നീ? കേട്ടാ കുഞ്ഞിപ്പെണ്ണ് മോര് കടയാണല്ലോ. ഇതാണ് കേട്ടോ നമ്മുടെ അക്കോമഡേഷനെ, ഹോൾസ് ഗ്യാപ്പ് ഹെവൻ. ഇതിന്റെ പുറകിലെ ആ മല കണ്ടോ? അതിന്റെയൊക്കെ മേളിലാണ് ഇന്നലെ നമ്മൾ ട്രെക്കിങ്ങിന് പോയത്. ഞങ്ങളുടെ പാർക്കിങ്ങിന്റെ അടുത്ത് എത്തിക്കഴിയുമ്പോൾ അതിന്റെ പുറത്ത് കാണുന്നതുണ്ട്. കാണണേ നിറയെ കങ്കരുകൾ വന്നിട്ട് അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്തൊക്കെയുണ്ട് കഴിക്കാൻ അവർക്ക്. ഇതിൻ്റെ അപ്പുറത്തും ഉണ്ട്. ഇതിൽ കൂടെ നടക്കാനൊരു വഴിയുണ്ട്. ഈ വഴിയുടെ അങ്ങോട്ട് നടന്നു ചെന്ന് കഴിയുമ്പോൾ അപ്പുറത്തും കാണാം. ഇവിടെ ഇതാണ് സ്ഥലം. ഹാൾസ് ക്യാപ്പ് എന്ന് എഴുതി വെച്ചേക്കുന്നുണ്ട്. ഇതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്, ഹാൾസ് ക്യാപ്പ്. ഇവിടെ കുറേ ക്യാമ്പിങ്ങും എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇവിടെ ബാറും മറ്റേ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഇച്ചിരി അങ്ങ് നടക്കാനേ ഉണ്ടായുള്ളൂ പഞ്ചാബി. ഇവിടുന്ന് ഇത് ഇങ്ങനെ നടന്നു പോകാനുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട്. ഇങ്ങനെ നല്ലൊരു വാക്ക് ട്രയൽ ഇതിക്കടെ ഉണ്ട്. നമുക്കിനി താക്കോല് കണ്ടുപിടിക്കാൻ പോണം. ഇതിന്റെ ഉള്ളിലേട്ട് അങ്ങോട്ട് കയറണം. ഇത് എവിടെ കയറണമെന്നാ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. 45 ബാ. അക്കോമഡേഷൻ ആൻഡ് ബാർ അപ്സ്റ്റേഴ്സ് കണ്ടോ. അപ്പം ഇനി റൂം വരെ എത്തണം. ഇവിടെ കോഡൊക്കെ തന്നിട്ടുണ്ട്. കോഡൊക്കെ അടിച്ച് നമ്മൾ അകത്ത് കയറുക കണ്ടോ. അത് നമ്മുടെ ഇവിടുത്തെ ബാറാണ്. ബാറിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ അകത്ത് റൂമിലേക്ക് പോകാൻ പോകുന്നത്. ഓൾ റൂംസ് 1 to 5, 6 to 10, 11 to 17 and unit 45 എന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ റൂം 5 എത്തിയിട്ടുണ്ട്. ഇവിടെയും കോഡ് ഉണ്ട് കേട്ടോ. നമുക്ക് കോഡൊക്കെ അടിച്ച് കയറണം. കിട്ടി.
ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഇവിടെ ചെറിയ കിച്ചൺ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ കിച്ചൺ സെറ്റപ്പ്. ഇവിടെ ഓവൻ, ഫ്രിഡ്ജ്, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ പുറത്തോട്ട് വേണമെങ്കിൽ നമുക്കിങ്ങനെ ഒരു സ്ഥലമുണ്ട്. ഇവിടെയൊക്കെ ഇറങ്ങിയിരിക്കാം. തുണിയൊക്കെ ഉണക്കാനിടാൻ സ്ഥലമുണ്ട് കേട്ടോ. അവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, കഴിക്കാനുള്ള സ്ഥലമുണ്ട്. നമുക്ക് പയ്യെ അകത്ത് കയറി റൂമിൽ എന്താ ഉള്ളതെന്ന് നോക്കാം കേട്ടോ. അയ്യോ, നിറയെ കങ്കാരുകളാണ് കേട്ടോ അത്. അയ്യോ, ഇതിന്റെ ശല്യം ഉണ്ടാവും ഇവിടെ. കുഞ്ഞിക്കങ്കാരു ഉണ്ട്, കുഞ്ഞിക്കങ്കാരു, പുറത്തിറങ്ങിയ കുഞ്ഞിക്കങ്കാരു. അടിപൊളി. ഒരു കിങ് സൈസ് ബെഡ്, ഇവിടെ ചെറിയൊരു ബെഡ്, ഇവിടെ ഒരു ബങ്കർ ബെഡ്, എന്തൊക്കെയാണോ. ഇവിടെ ടോയ്ലറ്റ് ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മുടെ ബാത്റൂം. അടിപൊളി. ബാത്ത് ടബോ. കുഞ്ഞിപ്പെണ്ണ ഇന്ന് ബാത്ത് ടബിൽ കുളിക്കണോ നിനക്ക്? ആ, ഇന്ന് വേണമെങ്കിൽ കുളിച്ചോ. ഇവിടെ ഫ്രീ വാട്ടർ ആണല്ലോ, നമുക്ക് ബാത്ത് ടബിലൊക്കെ കുളിക്കാം. നമുക്ക് ഇതിന്റെ അകത്തും ഉണ്ട് കേട്ടോ ഈ ഒരു കിച്ചൺ സെറ്റപ്പ് ഒക്കെ. അത്യാവശ്യം ഓവനും ഫ്രിഡ്ജും ഒക്കെ ഇവിടെ ഉണ്ട്. അടിപൊളി. എന്തായാലും ഇഷ്ടപ്പെട്ടു കുഞ്ഞിപ്പെണ്ണ്, സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു.